ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജാൻസി മാഡത്തിൻ്റെ ഇപ്പോഴത്തെ ഗാർഡൻ വിശേഷങ്ങളാണ്. അതോടൊപ്പം തന്നെ ജാൻസി മാഡത്തിൻ്റെ ഗാർഡനിൽ ഒരു ചെറിയ ഒരു കിളിക്കൂടും കൂടെ വെച്ചിട്ടുണ്ട്. അത് ജാൻസി മാഡവും ഹസ്ബൻഡും ചേർന്ന് ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ ഗാർഡൻ്റെ നടുക്കായിട്ട് ഒരു കിളിക്കൂടും കൂടെ ഉണ്ട്. അതൊന്നും നമുക്ക് കാണാം. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ എൻ്റെ ഗാർഡൻ്റെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലരും ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഗാർഡൻ ടൂർ ചെയ്യാമോ എന്ന്. അപ്പോൾ ഫുള്ള് ഞാൻ ഗാർഡൻ ടൂർ ചെയ്യുന്നില്ല. പല വീഡിയോസിലായിട്ട് പലപ്പോഴായിട്ട് നിങ്ങളിതെല്ലാം കണ്ടിട്ടുള്ളതാണ്. എങ്കിലും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചില ചെടികൾ പൂക്കളൊന്നും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണാറുണ്ട് നമ്മുടെ ചാർലിയെ. ആ ചാർലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ പൂക്കളെ ഇഷ്ടപ്പെടുന്ന പോലെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറച്ച് പെറ്റ്സും കൂടി ഈ തവണ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട്, ആ ഒരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൂടാതെ കണ്ടല്ലോ, ചെടികളൊക്കെ നിറച്ച് പൂക്കളാണ്. ഈ പൂക്കളുടെ ഒരു എന്താ പറയുക ഭംഗി നിങ്ങളെല്ലാതെ പിന്നെ ആരെയെ കാണിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ പൂക്കൾ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ അവരെ കുറച്ച് കെയർ ചെയ്താൽ മാത്രം മതി. അതിന് കൊടുക്കുന്ന വളം, ഇടയ്ക്കിടയ്ക്ക് അവയ്ക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ ടിപ്സ്, നമ്മുടെ സബോളത്തൊണ്ടും പഴത്തൊണ്ടൊക്കെ വെള്ളത്തിലിട്ട് വെച്ച വെള്ളവും, അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്കും, അതുപോലെ നമ്മുടെ ചാണകമൊക്കെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ വേനൽക്കാലത്ത് 2 നേരം നനയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇവരെല്ലാവരും പൂക്കൾ തരും. അപ്പോൾ നല്ല വെയിലും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ വെയിലത്ത് വെച്ചാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഈ അവസ്ഥയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ എപ്പോഴും പൂക്കൾ തരുന്ന നമ്മുടെ മാൻഡിവില്ല, മഞ്ഞക്കോളാമ്പി, അതുപോലെ കൊങ്ങിണി, അതുപോലെ നമ്മുടെ ബോഗൻവില്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പൂന്തോട്ടത്തിലെ നിറക്കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന പുതിയ അതിഥികളെയും കൂടി കാണാം. നമ്മുടെ ചാർലി കൂടെ ഇരിക്കണുണ്ടോ? നമ്മുടെ ചാർലിയും ഈ പൂക്കളൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് അല്ലേ? ആ സന്തോഷത്തോടൊപ്പം നിങ്ങളൊരു സൗണ്ട് കേട്ടോ, നല്ല രസമുള്ള കിളിയുടെ സൗണ്ട്. അതാണ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കണേ. വേറൊന്നുമല്ല, വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് പൂന്തോട്ടത്തോടൊപ്പം ഒരു കിളിക്കൂട്, അത് ലവ് ബേഡ്സ് ആകാം, അങ്ങനെ എന്തായാലും എനിക്കൊരു കൂട് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ച് കിളികളെ ഇടാനായിട്ട്. പക്ഷേ ഞാൻ കുറേ നാളിങ്ങനെ ആഗ്രഹിച്ച കൂട് ഞങ്ങളുണ്ടാക്കി. ചെറിയൊരു കൂടാട്ടോ. ആ കൂട്ടിൽ എനിക്ക് കുറച്ച് ആഗ്രഹമുള്ള കിളികൾ തന്നെ കിട്ടി. ആഫ്രിക്കൻ ലവ് ബേഡ്സാണ്. കാണുന്നുണ്ടോ നിങ്ങൾ? എന്ത് സന്തോഷമാണെന്നറിയോ? നമ്മുടെ സാധാരണ ലവ് ബേഡ്സിനെല്ലാം കുറച്ചും കൂടി വലിപ്പമുണ്ട്, അതുപോലെ കാണാനും നല്ല ചന്തമാണ് ഇവരെ കാണാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ കൂട് ഞങ്ങളൊരു പഴയ എന്താ പറയുക, ഇവിടെ കിടന്ന പഴയ കമ്പിയും പഴയ GI പൈപ്പൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ് വർക്കിന് കൊണ്ടുവന്നതിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഐഡിയയിൽ ഒരു കൂടുണ്ടാക്കി. സിമെൻറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ GI പൈപ്പ്, കുറച്ച് വീതിയുള്ള കുറച്ച് വലിപ്പമുള്ള 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പ്, അതിനകത്ത് ഇറക്കി വയ്ക്കാവുന്ന രീതിയിൽ അതിലും കുറവുള്ള വണ്ണമുള്ള GI പൈപ്പിലാണ് നമ്മൾ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ കൂടുണ്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, എന്താ ഉപകാരം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഊരിക്കൊണ്ട് പോയിട്ട് വേറെ സ്ഥലത്തൊക്കെ വെക്കാം. അപ്പോൾ ഈ കട്ട മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഈ കിളികളെ കാണിച്ചു തരാം. നല്ല സൗണ്ടാണ്. അവർ അടുത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അത് അവർ കരയുന്നതാണോ അതോ അവരുടെ സൗണ്ട് അവർ സംസാരിക്കുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. കണ്ടോ ഇരിക്കണോക്കേ, എന്ത് രസമായിട്ടാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ അത്ര വലിയ പെർഫെക്ഷനൊന്നുമില്ല. നമുക്ക് വലയും ഇതിൻ്റെ ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ഷീറ്റ് മാത്രമേ വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ പഴയ സാധനങ്ങളാണ്. അപ്പം നമുക്ക് ആക്രി കച്ചവടമുള്ള ഈ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ പൈപ്പ് പഴയത് കിട്ടും കേട്ടോ. അത് വാങ്ങിയിട്ട് നമ്മുടെ ഐഡിയയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചു തരാം, അവരെ കാണണ്ടേ. ഉണ്ടോ? ആഹാ, ഇതെന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 2 ജോഡി കേട്ടോ. ഇത് നല്ലേ എന്താ പറയുക, കാണാനൊരു ചെറിയ തത്തയുടെയൊക്കെ പോലെ ഉണ്ട്. കണ്ടോ, ആഫ്രിക്കൻ ലവ് ബേഡ്സ് എന്നാണ്. അത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഭംഗിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കുറേ നാളായി ആഗ്രഹിക്കണം.
പക്ഷേ ഇതിന് ഒത്തിരി വിലയാവുന്നത് കൊണ്ട് നമ്മളത് പതുക്കെ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ വീണ്ടും ആ മോഹം വന്നു. ദേ കണ്ടോ കുട്ടുമണികൾ. അപ്പോൾ അവർക്ക് നമ്മളെ എപ്പോഴും നല്ല ഹൈജീനിക് ആയിട്ടുള്ള വെള്ളം, എപ്പോഴും വെള്ളം നമ്മൾ മാറ്റി വയ്ക്കണം. അതുപോലെ തീറ്റകളൊക്കെ ഇതുപോലെ ആക്കി നമ്മൾ എപ്പോഴും മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തത്തകളൊക്കെ തിന്നുന്ന പോലെ ഇതിൻ്റെ സൂര്യകാന്തി വിത്ത് തിന്നും. അതുപോലെ പിന്നെ അതുപോലെ നമുക്ക് കക്കയില്ലല്ലോ, കടൽ കക്ക, അവർക്ക് കാൽസ്യത്തിന് വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെന്താണ്, നമ്മൾക്ക് മാങ്ങ, പേരയ്ക്ക, പഴം, ഇതെല്ലാം ഇവർ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങളായിട്ട് വെച്ചതാണ്. കണ്ടോ, ശരിക്കും എപ്പോഴും നമ്മുടെ ഈ പൂക്കളുടെ ഒപ്പം ശരിക്കും പൂക്കൾ കാണുന്ന അതേ കണ്ടോ, ഈ പൂക്കളോടൊപ്പം തന്നെ ചെടിത്തോട്ടത്തിൽ ഇതുപോലെ ഒരു കിളിക്കൂടും കൂടി, ചെറിയ കിളിക്കൂടായാലും മതി, ആ കിളികളുടെ സൗണ്ടും കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞ സന്തോഷം കേട്ടോ. തണൽ ഏരിയയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്ത. പടം എടുക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആവണില്ല. അതുപോലെ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഈ ടർട്ടിൽ വൈനൊക്കെ നമ്മൾ എന്തിനാണ് ഇതുപോലെ ചിരട്ടയിൽ തൂക്കിയിട്ടേണെന്നറിയോ? ഈ കൂടിനൊരു തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട് ശരിക്കും വെയിലടിച്ച് കിളികൾക്ക് ചൂട് അധികമാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു ചെടി ഇങ്ങനെ ഈ ചെടികൾ തൂക്കിയിട്ടപ്പോൾ അതിന് തണൽ കിട്ടുന്നത് പോലെ തോന്നി. അതുകൊണ്ടാട്ടോ ഇതുപോലെ ചെയ്തിട്ടത്. അത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചിരട്ടയാണ്. ഞാൻ ചിരട്ട 10 മണി നടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ 2 സീസണിലും ഈ ചിരട്ടയിലാണ് 10 മണി നട്ട് നമ്മൾ സംരക്ഷിച്ചെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് ടർട്ടിൽ വൈനും ഇങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും തോന്നിയിട്ട് ആ ചിരട്ടയിൽ എല്ലാത്തിലും ഞാനിങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് നട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും പരീക്ഷിക്കാം കേട്ടോ. ചിരട്ടയാണെന്ന് ഓർത്ത് നിങ്ങളത് കളയണ്ട. നല്ല ഈടുണ്ട് ചിരട്ടയ്ക്കൊക്കെ, നല്ല ലൈഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അതിൻ്റെ പൊടിയും പൊരിപ്പിലൊക്കെ കളഞ്ഞ് ഒന്ന് വാർണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മനോഹരമായിട്ട് നമുക്ക് തൂക്കിയിടാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതും ഞാൻ ഈ കൂടുമ്പോൾ തൂക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ തണൽ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കിളിക്കൂടിന് അവരും നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതുപോലെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ പോലെ ഇതിൽ കൂടുതൽ ഭംഗിയുള്ള ഒത്തിരി കിളികൾ അവൈലബിൾ ആണ്. ഒത്തിരി കെയറൊക്കെ കൊടുത്ത് വളർത്തേണ്ട കിളികൾ കുറേ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വലിയ കെയറിങ് ഒന്നുമില്ല. നമുക്ക് സാധാരണ ലവ് ബേർഡ്സിനെ വളർത്തുന്ന പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ കിളികളാണ്. അപ്പോൾ ഇവയും കൂടി നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി, അത്ര പെർഫെക്ഷനൊന്നുമല്ല ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് എനിക്കറിയാം, എങ്കിലും കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ചെടിച്ചട്ടികളുടെ ഒരു മായാലോകം തന്നെയായിരുന്നു. അത്രയേറെ ഭംഗിയുള്ള ചെടിച്ചട്ടികളും സെറാമിക്കിലും പ്ലാസ്റ്റിക് അതുപോലെ ഫൈബറിലും ഒക്കെയുള്ള ചെടിച്ചട്ടികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.